നമസ്കാരം. ദീപാലിയ കളരിപ്പറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു തടല എന്ന് പറയും. തടല നമ്മൾ കൈപ്പോരി ചെയ്യുന്ന മുമ്പ് കൈത്തടല എന്നൊക്കെ പറയും. കൈ കൊണ്ട് കൈക്ക് ബലം ഉണ്ടാകാൻ വേണ്ടി കൈത്തടല ചെയ്യുക. എന്നിട്ട് വെട്ട് പെടലേക്കും നെഞ്ചത്തും കയറാതിരിക്കാൻ വേണ്ടി അതിനുള്ള തടല ചെയ്യുക. ഇതാണ് ലക്ഷ്യം. ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളാണ്. ഇവരൊക്കെ എൻ്റെ കൂടെ 5-10 വർഷമായവരാണ്. ഇപ്പോഴും ഇവർ എൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഒരു 10-20 പിള്ളേർ, സീനിയറായിട്ടുള്ള പിള്ളേർ എൻ്റെ കൂടെയുണ്ട്. അതാണ് ഈ കളരിയുടെ വിജയം. ഞങ്ങളുടെ കാര്യം എന്ന് പറയുമ്പം ഞങ്ങളുടെ റിസോർട്ടുകളിൽ പരിപാടി ചെയ്യുക, അതുപോലെ തന്നെ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോവുക. എനിക്ക് ചെല്ലാൻ പറ്റാത്ത തരത്തിൽ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികൾ ചെല്ലുക. ഞാൻ തുച്ഛമായ സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ബാക്കി എല്ലായിടത്തും എൻ്റെ വിദ്യാർത്ഥികളാണ് പോയി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്ന ഒരു കളരിയുടെ വിജയം തന്നെയാണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളാണ്. അവിടെ സീനിയറായ വിദ്യാർത്ഥികളാണ് ആശാൻ്റെ ഇടമുലം കൈ. അപ്പോൾ ഇത് ഓർത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് പുതിയതായിട്ട് പഠിക്കാൻ വന്ന 2 മാസം എൻ്റെ വീഡിയോ കണ്ട് പഠിക്കാൻ വന്ന തൃശ്ശൂരാണ് വീട്. അപ്പം ഞാനും ഈ വിദ്യാർത്ഥിയായിട്ട് പരിചയമൊന്നുമില്ല. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ആശാനെ ഞാൻ വീഡിയോ കണ്ടതിൽ ആശാൻ്റെ വീഡിയോ എനിക്ക് ആശാൻ്റെ വിശ്വാസമാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ 2 മാസമായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയായാൽ. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങിയതിൽ കുറേ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കളരിയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഞാൻ കളരിയെ സ്നേഹിക്കുന്നവരെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ടെക്നിക്ക് എനിക്കറിയാം, എന്തുമാത്രം പഠിക്കാൻ പറ്റും അത്രയും ടെക്നിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളൊരു കാര്യം വെറുതെ പഠിപ്പിച്ചില്ല, ചെയ്യുന്ന ഞാൻ ഒരു ഉദ്ദേശം എനിക്കൊരു 50% എനിക്ക് ഇണങ്ങി കിട്ടിയാൽ മതി. 100 ബാക്കി അവർ വീട്ടിൽ പോയി ഇത് റെഡി ആയിക്കോളും. എന്നിട്ട് ഞാൻ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ ചെയ്ത വിദ്യ വീട്ടിൽ പോയിട്ട് ഒന്ന് പഠിച്ചിട്ട് എനിക്കൊരു മാസമായിട്ട് എനിക്ക് ഓരോ വിദ്യ നിട്ട് തരണം, ഒന്ന് അയച്ചു തരണം, കാണണം, നിങ്ങൾ പഠിക്കണത് ശരിയാണ്. അതാ പഠിക്കണത് ശരിയല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുത്ത ആശാനം ദോഷം. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇവരെ വിളിച്ചിട്ട് ചോദിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു വിദ്യ പിടിച്ചിട്ട് പോയിട്ട് അത് കൊള്ളത്തില്ല, അല്ലെ മോശമാണ്, അത് പ്രയോഗമില്ല എന്ന് പറയരുത്. എൻ്റെ കൂടെ നിന്ന് ഒരു തിരുമ്പ് പഠിച്ചിട്ട് പോയ ഒരു വിദ്യാർത്ഥി എനിക്ക് എൻ്റെ ലൈസൻസിന് ഞാൻ ഒപ്പിട്ട് കൊടുക്കും. എൻ്റെ കളരിയുടെ ലൈസൻസ് എൻ്റെ കളരിയുടെ പേര് വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുക്കും. എനിക്കറിയാം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് വേണ്ട, ഇല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് തിരുമിയത് ക്ഷീണം മാറുമെന്ന് എനിക്കറിയാം. അപ്പോൾ തിരുമണ രീതിയുണ്ട്, ആ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയും, ചിലവർ പറയും ആശാനെ എനിക്ക് 2 ആഴ്ചയിൽ നിന്ന് തിരുമ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് ആശാൻ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ കൂടെ മിനിമം ഒരു 2 മാസമെങ്കിലും നിന്ന് നല്ലപോലെ കൈ തെളിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് എല്ലാം തിരുമ്പ് പഠിപ്പിച്ച് മറ്റുള്ള ഒരു ശരീരത്തിൽ തൊടാൻ വേണ്ടി നമ്മൾ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ ഉത്തരവാദിത്തമായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യണം. ഒരു ശരീരത്തിനെ കണ്ടാൽ അത് തൊട്ട് തൊഴുതി വണങ്ങണം, അല്ലെങ്കിൽ അത് ദൈവത്തിനെ പോലെ കാണണമെന്ന് പണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരേ വിദ്യകളും ഒരിക്കലും ഒരാളെ നെഞ്ചത്തിരിക്കാൻ ഞാൻ പഠിപ്പിക്കത്തില്ല. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ വിദ്യ എന്ന് പറയുമ്പോൾ ഞാൻ ഇവരത് പറഞ്ഞു, ഇവരെല്ലാം ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഒരേ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയിരിക്കുന്നു, ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കക്ഷീനെ ഞാൻ കളരി പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. കളരി പഠിപ്പിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാനൊരു കൈത്തടല. കൈ കൊണ്ട് എങ്ങനെയാണ് കൈ മുട്ട് ഒക്കെ എങ്ങനെ ബലം വരുത്തുന്നത്, വെട്ടാൻ നേരത്തെ എങ്ങനെ തടുക്കുന്നത്, തടുത്തിട്ട് എങ്ങനെ പിടിച്ച് ഇടിക്കണത്, ഇതിൻ്റെ ഈ ടെക്നിക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ അത് കാണിച്ചു കൊടുക്കും. അപ്പം നമ്മൾ അംശോപ്പിക്കുക എന്ന് പറയില്ല. അത് അംശോപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു സാധനം നിരന്തരം ചെയ്യാൻ നേരത്തെ അതിൻ്റെ യഥാർത്ഥ രൂപം തെളിയുന്നവരെ ഇങ്ങനെ വെട്ടും തടലയും വരുന്നത്. അപ്പോൾ അവസാനം ആ കൃത്യമായ രൂപം കിട്ടണതിനാണ് അംശോപ്പിക്കുക, അല്ലെങ്കിൽ അത് വൃത്തിയായി. ഇതാണ് അംശോപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നെ 5ാമത്തെ ഒരു തടലയാണ്. ഞാൻ 3ാം തടല വരെ ഇട്ടിട്ടുണ്ട്, 4ാമത്തെ ഇട്ടിട്ടില്ല. അപ്പോൾ 5ാമത്തെ ഇടുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരെണ്ണം അവിടെ കിടക്കട്ടെ. 7 തടല അങ്ങനെ കൈത്തടല കഴിഞ്ഞിട്ടാണ് കൈപ്പോര് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തടലയൊന്ന് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വെട്ടണം, എവിടെയാണ് കൈകാലുകൾ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചാണ്. അടിച്ച് തടുത്ത് വളച്ചേർത്ത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രയോഗം. ഇതിങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ മറിച്ച് കിട്ടാൻ നേരത്ത് ചെയ്യാം. അതുപോലെ തന്നെ 3ാം ഭാഗത്തിലൊരു ആയിട്ടുണ്ട്. ഇത് 3ാം ഭാഗത്ത് വെച്ചാൽ ഒരുപാട് ചെയ്യാതെ ഒരു അറ്റാക്ക് ഉണ്ട്. അടിച്ചേ, അടുത്ത് ഇടിച്ചേ, ഇടാ, ഇങ്ങനെയും ചെയ്യാം. വെട്ടിക്ക്, ഇടിച്ചേ, ഇതാണ് ഇടാ, ഇങ്ങനെയും ചെയ്യാം. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒരു തടല പഠിച്ചിട്ട് നമ്മൾ ഈ തടല തെറ്റിച്ചിടും. ഇപ്പം നമ്മളൊരു ഓർഡറായിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും ഓർഡറായിട്ട് പഠിപ്പിച്ചിട്ട് ഇത് തടല ഇപ്പം അടിച്ചേ, അപ്പോൾ തിരിഞ്ഞ് വെട്ടിക്കേ. അപ്പോൾ ഇവിടുന്ന് വരേണ്ട പകരം നമ്മൾ തെറ്റിച്ചിടും. അപ്പോൾ അതുപോലെ തന്നെ ഇത് തെറ്റിച്ച് അടിച്ചേ, വെട്ടിക്കേ, തിരിഞ്ഞ് ചവിട്ടിക്കേ. അപ്പം ഇതെല്ലാം നമ്മൾ ഓർഡറായിട്ട് ഇടും. പിന്നെ നോക്കണം, അടിച്ചേ, അടുത്ത് ഇട്ട്
കാലുമടക്കി അടിച്ചേ. ഇത് വേണ്ട ഈ ബ്ലോക്ക് കാലുമടക്കി അടിച്ചേ. ഇവിടെ അത് ക്ലിക്കിന് നമ്മുടെ കൗട്ടൊക്കെ കൈകുത്തി ഇടിക്കും, കാല് പിന്നെ പൊക്കത്തില്ല. അതുപോലെ അടിച്ചേ, അതെ കാലുമടക്കി കോരി പിടിക്കുക, ഇവിടുന്ന് പിടിച്ചിട്ട് ഇരുത്തുക. ഇതെല്ലാം നമ്മൾ ഈ കൈത്തടലയുടെ കൂടെ ഇടുന്നതാണ്. പിടിയിടും, അടിയിടും, ചവിട്ട്, കാലുമടക്കടിയും. ഇതെല്ലാം വ്യത്യസ്തമായിട്ട് അങ്ങനെ 7 ഭാഗം നമ്മൾ പഠിപ്പിച്ചിട്ടാണ് കൈപ്പോര് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഈ 5ാം ഭാഗം ഒന്നുകൂടെ ചെയ്യണം നോക്കണം, പഠിക്കാൻ വേണ്ടിയാണ്. അടിച്ച് തടുത്ത് ഇതിനാ മുട്ടിൻ്റെ മേൽവശം തടുത്ത് വെട്ടി. അല്ലേ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് നമുക്കറ്റേക്കൽ തടലിട്ടിട്ട് പടലേക്ക് തിരിഞ്ഞ് ഇതേ തിരിച്ചാറ്റാം. 1 2 ഇടിച്ചെടുത്ത് വളച്ച് നിർത്തിയിട്ട് തിരിച്ച് സെയിം അടിച്ചേ ഇടിച്ചേ. 1 ഇത് വേണ്ട, ഇത് കാല് വലിച്ച് പെടലിൻ്റെ പുറകിട്ടൊരു അടി വെച്ചു കൊടുക്കുക. 3ാമതാ അടിച്ചേ, ഇതേ ചവിട്ടിക്കേ ബ്ലോക്ക്. 4ാമതാ കാലുമടക്കി അടിച്ചേ അടിച്ചേ. ഇങ്ങനെയാണ് കൈത്തടലകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് രീതി ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക. ഇത് പഠിക്കാൻ തരുത് അടിച്ച് തടുത്ത് ഇതേ ഇടിക്കാം. സെയിം ഇതുപോലെ തന്നെ തിരിഞ്ഞ് പഠിക്കേ, കറക്കി പിടിക്കാം. അപ്പം ഇതെല്ലാം വേദനിപ്പിച്ചാണ് നമ്മൾ ചെയ്യണത്. അപ്പം നമ്മുടെ വിദ്യാർത്ഥിയാകുമ്പോൾ അവൻ്റെ ദേഹത്ത് നോകരുതും പടൽ വേദനിക്കുന്നതും കൊണ്ടാണ് നമ്മൾ പിടിക്കുന്നത്. അതാണ് നമ്മൾ മയം പിടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇടിച്ച് ബ്ലോക്ക് ഈ കണ്ണക്ക് കാലിൻ്റെ മടന്തോട് അടിക്കും. എന്നിട്ട് മുഞ്ഞ് കുത്തിയില്ലെങ്കിൽ ചടിയും വെച്ചോളൂ. ഓക്കെ ചവിട്ടിക്ക് ചവിട്ടാനിത് വേണ്ട, ഇതേ നേരത്തെ കാണിച്ച് പഞ്ച് ചെയ്ത് വീഴും. 4ാമത്തെ കാല് മടക്കി അടിച്ചേ എന്നാ ബ്ലോക്ക്. ഇത് ഇട്ട് ബ്ലോക്ക് ഉണ്ട്, എടുത്ത് മടക്കി ഇവിടെ വെച്ചു നീ കംപ്ലൈൻ്റ് ആക്കളെ. അപ്പം അങ്ങനെ ഒരുപാട് ടെക്നിക്ക് കളരി ചേരുന്നതാണ് ഒരു കൈത്തടല. ഈ കൈത്തടലയെല്ലാം പഠിച്ചിട്ടാണ് കൈപ്പോര് ചെയ്യണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. 100% ഞാൻ ചിലപ്പം ഫോൺ എടുക്കാൻ എന്തെങ്കിലും ചികിത്സയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഫോണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് ഞാൻ കാണുകയാണെങ്കിൽ തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ വീണ്ടും എന്നെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്ത് ചോദിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പറ്റുന്ന മറുപടിയൊക്കെയാണ് കൃത്യമായിട്ട് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.